ഞാനും ജയനും അർജുന മാസ്റ്ററും ഞങ്ങൾ വളരെ അടുത്ത ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ മൂന്നുപേരും മാർച്ച് മാസമാണ്. അർജുന മാസ്റ്റർ മാർച്ച് 1-ന്, ജയചന്ദ്രൻ മാർച്ച് 3-ന്, ഞാൻ മാർച്ച് 16-ന്. അർജുന മാസ്റ്റർ എന്നേക്കാൾ 4 വയസ്സ് കൂടുതൽ, എനിക്ക് ജയനേക്കാൾ 4 വയസ്സ് കൂടുതൽ. ജയനാണ് ഏറ്റവും ഇളയാൾ. 80 വയസ്സാകുന്നു. എനിക്ക് 16 84 അർജുനൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 88 ആകുമായിരുന്നു. ഞാനും ജയനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 58 കൊല്ലമായി. നിസ്സാര കാര്യമല്ല. ഇനി 6 പതിറ്റാണ്ടാവാൻ 2 വർഷം മതി. 58 വർഷം. എന്നേക്കാൾ ഇളയതാണെങ്കിലും ഞാനും ജയചന്ദ്രനും ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത്. 66-ലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പാട്ട് എഴുതുന്നു, ജയൻ പാടുന്നു. ഞാൻ കാട്ടുമല്ലി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി 66-ൽ പടം പുറത്തു വന്നു. ജയചന്ദ്രൻ ആദ്യം പാടിയത് കുഞ്ഞാലി മരിക്കാർ എന്ന പടത്തിന് വേണ്ടിയാണെങ്കിലും ചിദംബരനാഥിൻ്റെ സംഗീതത്തിലാണ്. എങ്കിലും ആദ്യം പുറത്തു വന്നത് ദേവരാജ മാസ്റ്റർ ഈണം പകർന്ന കളിത്തോഴൻ എന്ന സിനിമയിൽ മഞ്ഞളിയിൽ മുങ്ങിത്തൂർത്ത് ധനുമാസ ചന്ദ്രിക എന്ന പാട്ടാണ്. ആ പാട്ടൊരു സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ ആദ്യമായി ഒരു ഗായകൻ്റെ ആദ്യത്തെ ഗാനം പുറത്തു വരിക, അത് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മഹാഭാഗ്യം ജയചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. യേശുദാസ് ആദ്യം പാടിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞിട്ട് ചെറിയ 4 വരികൾ മാത്രമാണ്. ആ സിനിമ പിന്നെ ശ്രീനാരായണ അദ്ദേഹം പാടിയത് കോമഡി പാട്ടാണ്. അപ്പം അങ്ങനെ ഒരു തുടക്കം ഗംഭീരമായാൽ എല്ലാമായി എന്നല്ല പറയുന്നത്. അപ്പം പിന്നീട് എത്രയെത്ര പാട്ടുകൾ ജയചന്ദ്രൻ പാടി. ഇപ്പോൾ വയലാർ എഴുതിയ പാട്ടുകൾ, ഭാസ്കർ മാസ്റ്റർ എഴുതിയ പാട്ടുകൾ, ഞാൻ എഴുതിയ പാട്ടുകൾ, പിന്നെ ഞങ്ങൾ പിന്നാലെ വന്ന യൂസഫലി കച്ചേരിയുടെ പാട്ടുകൾ, ബിച്ചു തിരുമല, പൂസ്ഖർ, എല്ലാവരുടെ ഖാദർ, എല്ലാവരുടെ പാട്ടുകളും ജയചന്ദ്രൻ പാടി ഹിറ്റാക്കിയിട്ടുണ്ട്. ജയചന്ദ്രൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റ് കലാകാരന്മാരെ അംഗീകരിക്കാൻ അദ്ദേഹത്തിനുള്ള ഹൃദയവിശാലതയാണ്. എനിക്ക് എൻ്റെ പരിചയത്തിൽ ജയചന്ദ്രനെ പോലെ മറ്റ് ഗായകരെ അംഗീകരിക്കുന്ന ഒരു പാട്ടുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ജയൻ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് തുടങ്ങിയാൽ ജയൻ ആദ്യം പറഞ്ഞ പി സുശീലയുടെ ഒരു പാട്ടിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ യേശുദാസിൻ്റെ ഒരു പാട്ടിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ രാമകൃഷ്ണൻ്റെ ഒരു പാട്ടിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ബാലുവിൻ്റെ SP ബാലസുബ്രഹ്മണ്യൻ്റെ ഒരു പാട്ടിനെ കുറിച്ചായിരിക്കും. ഒരിക്കലും സ്വന്തം പാട്ടിനെക്കുറിച്ച് ജയൻ സംസാരിക്കില്ല. അങ്ങനെ ജയൻ സ്നേഹിക്കുന്നത് സംഗീതത്തെയാണ്, ചലച്ചിത്ര ഗാനങ്ങളെയാണ്. ഏത് പാട്ടിനെക്കുറിച്ചും നമുക്ക് അദ്ദേഹം ചോദിക്കാം. എല്ലാ പാട്ടിലും അറിയാം. ഇംഗ്ലീഷിൽ ഹേമന്ത് കുമാർ പാടിയ പാട്ട് മുതൽ തലത് മുഹമ്മദ് പാടിയ പാട്ടുകൾ, റാഫി പാടിയ പാട്ടുകൾ, എല്ലാ പാട്ടുകളും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടുകളുടെ ഒരു ശരിക്കും ഒരു നിഘണ്ടുവാണ്, ഒരു എൻസൈക്ലോപീഡിയയാണ് ജയചന്ദ്രൻ. പാട്ടുകളിൽ നമുക്കെല്ലാം അറിയാവുന്ന പാട്ടുകളാണ്. എൻ്റെ പാട്ടുകൾ, ഞാൻ എഴുതിയ 200-ലധികം പാട്ട്, എൻ്റെ ഓർമ്മശരിയാണ് 220ഓളം പാട്ടുകൾ ജയചന്ദ്രൻ പാടിക്കഴിഞ്ഞു. അത് പകുതിയിലേറെയും സൂപ്പർ ഹിറ്റുകളാണ്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തുടക്കം മുതൽ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ പാട്ടുകൾ പറയുകയാണെങ്കിൽ, ആദ്യത്തെ പാട്ടും ദക്ഷിണാമൂർത്തി സ്വാമി ഞാനും കൂടെ ചെയ്ത മരുഭൂമിയിൽ മലർ വിരിയുകയോ, എൻ മനസ്സിലും മോഹം വിടരുകയോ, ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ പാട്ട് നസീർ സാർ പാടുന്നതാണ് സിനിമയിൽ. അത് കഴിഞ്ഞാൽ യമനെ യമനെ ഏതുകുല രതിദേവനെവിടെ, അതിമനോഹര സൂപ്പർ ഹിറ്റാണ്. കാപ്പി രാഗത്തിൽ അർജുന മാഷ് ചെയ്ത സൂപ്പർ ഹിറ്റാണ്. കാപ്പി രാഗത്തിൽ തന്നെ MS ഉത്സവം ചെയ്ത അതിമനോഹര വേറൊരു പാട്ടുണ്ട്, രാജീവ് നയനെ നീ ഉറങ്ങൂ, രാഗവിലുവിലെ നീ ഉറങ്ങൂ എന്ന പാട്ട്. നിൻമണിയേറയിലെ നുമ്മരശൈയിലെ നീല നിരാളമ ഞാൻ മാറിയെങ്കിൽ അർജുന മാസ്റ്ററുടെ പാട്ട്. പിന്നെ MSV ചെയ്ത അനവധി പാട്ടുകൾ, MS ഉത്സവനും ഞാൻ എഴുതി MS ഉത്സവൻ ഈണം പറഞ്ഞ അനവധി. തിരുവാഭരണം ചാർത്തി വിടുന്നു തിരുവാതിര നക്ഷത്രം, പഞ്ചവടിയിലെ മായാസീതയോ, അതുപോലെ അറബിക്കട ഇളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു, അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. വയലാർ എഴുതിയ സുപ്രഭാതം എന്ന MS ഉത്സവൻ ഈണം പറഞ്ഞ പാട്ട്. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ, അതിമനോഹരമായൊരു കോമ്പോസിഷനാണ് ദേവരാജ മാസ്റ്റർ, അത് ജയചന്ദ്രൻ പാടിയത്. പിന്നെ ഭാസ്കർ മാസ്റ്റർ പാട്ടെടുക്കുകയാണെങ്കിൽ ഏകാന്തപഥികൻ ഞാൻ എന്ന പാട്ട്, അതുപോലെ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ആദ്യത്തെ രാഘവ മാസ്റ്റർ, രണ്ടാമത്തെ ദക്ഷിണാമൂർത്തി സ്വാമി. പിന്നെ അതിമനോഹരമായൊരു പാട്ട് പി ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന അതിമനോഹര പാട്ടുണ്ട്, കാവ്യപുസ്തകമല്ലോ ജീവിതം. അതിമനോഹരമായിട്ട് ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളുടെ. അപ്പോൾ ഒരു പ്രേമഗാനം പാടാനും പശ്ചാത്തലഗാനം പാടാനും, പശ്ചാത്തലഗാനം എന്ന് പറയാൻ പെട്ടെന്ന് കരിമുകിൽ കാട്ടിലെ രജനീൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി ആ പാട്ടോർക്കും.
അപ്പോൾ കോമഡി സോങ് പാടാനും എല്ലാത്തിനും ഒന്നിനും പിന്നിലല്ല. അല്ലാതെ യേശുദാസ് എന്ന ഗാനഗന്ധർവ്വം നിലനിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ സാധിക്കുമോ? കഴിവില്ലെങ്കിൽ. വേറെ ആർക്കും സാധിച്ചില്ലല്ലോ. ഇപ്പോൾ യേശുദാസിന് ശേഷം ആരും നമ്മൾ ചോദിക്കും. അതിന് ഉത്തരം ഇപ്പോഴും നമ്മൾ ശരിയായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ യേശുദാസ് ശേഷമല്ല, യേശുദാസിൻ്റെ കൂടെ നിന്ന ആളാണ് ജയചന്ദ്രൻ. അപ്പോൾ യേശുദാസ് 2 പാട്ട് പാടും, അതിന് ജയചന്ദ്രൻ 2 പാട്ട് പാടിയായിരിക്കും. ആ പാട്ട് ഹിറ്റായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാരിജാതം തിരുമേനി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, വയലാറിൻ്റെ ദേവരായ മാസ്റ്റർ, വയലാർ ദേവരായ ടീമിൻ്റെ പാട്ട് യേശുദാസ് പാടി സൂപ്പർ ഹിറ്റായി. അതേ പടത്തിലാണ് ജയചന്ദ്രൻ പൂവും പ്രസാദവും ഇളനീർക്കടവുമായി കാവ്യത്തൊഴി എന്നുള്ള പാട്ട് പാടി 2 ഹിറ്റായി. അപ്പോൾ അങ്ങനെ ജയചന്ദ്രനോടൊപ്പം നിന്ന് ഒപ്പം നടന്ന് ചലച്ചിത്രഗാന രംഗത്ത് തനിക്ക് തൻ്റേതായ സ്ഥാനമുണ്ട് എന്ന് തെളിയിച്ച ആളാണ് ജയചന്ദ്രൻ. അങ്ങനെ വേറൊരു പാട്ടുകാരനില്ല. കാരണം യേശുദാസ് നിലനിൽക്കുമ്പോൾ യേശുദാസോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ, യേശുദാസ് പാടുന്ന അതേ പടത്തിൽ പാടി പാട്ട് ഹിറ്റാക്കാൻ കഴിഞ്ഞ ഒരു ഗായകൻ മലയാളത്തിലുണ്ടെങ്കിൽ അത് ജയചന്ദ്രൻ മാത്രമാണ്. അതാണ് ജയൻ്റെ പ്രത്യേകത. സോ ഈ 80-ാം ദിനത്തിൽ സന്ധ്യയ്ക്കെന്നൊരു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്നൊരു വൈഡൂര്യം, സ്വർണ്ണഗോപുര നർത്തകി ശില്പം, കണ്ണിന് സാഹിത്യം തുടങ്ങിയ എൻ്റെ വരികൾ പാടി മനോഹരമാക്കിയ ജയചന്ദ്രന് എല്ലാ നന്മകളും നേരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ. ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ജയചന്ദ്രനെല്ലാം ഗുരുവായൂരപ്പനാണ്.